ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു D3 Zone. D3 Zoneൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബ്രെഡ് ചീസ് ഓംലേറ്റിൻ്റെ റെസിപ്പിയാണ്. ഒരിടയ്ക്ക് ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ 6 മുട്ടയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു 3 ബ്രെഡ് ചീസ് ഓംലേറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ കുഞ്ഞിതാക്കിയിട്ട് അരിഞ്ഞിട്ടുള്ള സബോള ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എരിവിനനുസരിച്ച് പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ചതച്ചിട്ടുള്ള പച്ചമുളകാണ് നമ്മൾ ഇട്ടേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കുഞ്ഞിതാക്കിയിട്ട് അരിയാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് പിന്നെ കുരുമുളക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഗീയോ ബട്ടറോ യൂസ് ചെയ്യാം. എന്നിട്ട് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. 2 സൈഡും നന്നായി ടോസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഗീയോ ബട്ടറോ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഓയിലെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് ഓംലേറ്റ് ആക്കി എടുക്കാം. അതിൻ്റെ മുകളിൽ നമ്മൾ 2 ബ്രെഡ് വെച്ചിട്ടുണ്ട്. ആ സൈഡ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് മറച്ചിട്ടിട്ട് ചീസ് വെക്കാം. അതിൽ നമ്മൾ ടൊമാറ്റോ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ വെക്കാം. നമ്മളിപ്പോൾ ഇവിടെ തക്കാളിയാണ് വെച്ച് കൊടുക്കുന്നത്, കനം കുറച്ച് അരിഞ്ഞിട്ട്. എന്നിട്ട് 2 സൈഡും ടോസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് മയോണൈസിൻ്റെ കൂടെയോ ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ നമുക്ക് കഴിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളെ. അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റ, ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.